പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അനേകം വ്യക്തികൾക്ക് രോഗശാന്തികളും അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. തൃശ്ശൂരിൽ നിന്നുള്ള റോസി ചേടത്തിയാണ് ഈ അനുഭവം എഴുതി അറിയിച്ചിരിക്കുന്നത്. 47 വയസ്സ് പ്രായം, ഭർത്താവും മക്കളുമൊത്ത് ഞാൻ 8:30-ക്കുള്ള ടെലിവിഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈശോയിൽ നിന്ന് ലഭിച്ച വലിയൊരു അത്ഭുതത്തിന് നന്ദി പറയാൻ കൂടിയാണ് ഈ സാക്ഷി ഞാൻ എഴുതുന്നത്. നീണ്ട 13 വർഷങ്ങൾ ഉറക്കമില്ലാതെ രാത്രി ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അങ്ങനെ നവംബർ 25-ാം തീയതി 2007 ഞായറാഴ്ച 8:30-ക്കുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്ത് എനിക്ക് ഉറക്കം തരണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മുതൽ പിന്നെ എല്ലാ ദിവസവും രാത്രി നല്ല ഗാഠനിദ്ര നൽകി കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്. നോക്കുക, നീണ്ട 13 വർഷങ്ങൾ രാത്രി ഉറക്കമില്ലാതെ പീഡ അനുഭവിച്ചിരുന്ന സഹോദരി
തൃശ്ശൂരിൽ നിന്നുള്ള റോസി, 47 വയസ്സ് പ്രായം. നവംബർ മാസം 25-ാം തീയതി അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ വേദന യേശുവിനോട് പറഞ്ഞു, യേശുവേ എനിക്ക് സൗഖ്യം വേണം. ആ രാത്രി അന്ന് ഈശോ സുഖപ്പെടുത്തി. അന്ന് തൊട്ട് എല്ലാ ദിവസവും നല്ല ഗാഠനിദ്ര കിട്ടുന്നു എന്നാണ് റോസി ചേട്ടത്തിൻ്റെ അനുഭവം. 13 വർഷത്തെ ഉറക്കമില്ലായ്മ ഈശോ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് എടുത്തു മാറ്റി. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ഷാലോം TV-യുടെ സംപ്രേഷണം ചെയ്യുന്ന ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ. അഭിഷേകാഗ്നി സമയത്ത് അനേകർക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടുന്നത് ഞാൻ കണ്ടു. ഒരു ദിവസം എറണാകുളത്ത് ഒരു സിസ്റ്റർ ആരാധന സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കയ്യിലെ അരിമ്പാറ പോയി എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിൽ ആണിരോഗമുണ്ട്, യേശുവേ എൻ്റെ കയ്യിലുള്ള ആണിരോഗം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഏതാണ്ട് 3 വർഷത്തിലധികം പഴക്കമുള്ള എൻ്റെ കയ്യിലുള്ള ആണിരോഗം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിൻ്റെ കയ്യിലുള്ള അരിമ്പാറ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ വിട്ടുപോയ കാര്യം ആ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തി. അത് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വായിച്ച് കേട്ടപ്പോൾ ഈ വ്യക്തിയുടെ വിശ്വാസം വർദ്ധിച്ച് ഉടനെ ഈ വ്യക്തി പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിലും ഒരു ആണിരോഗമുണ്ട്, അത് 3 വർഷത്തിലധികം പഴക്കമുള്ളത്, അതൊന്ന് മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചു. രാത്രി 8:30, ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എൻ്റെ ആണിരോഗം എടുത്തു മാറ്റണമെന്ന് ഈശോയോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം നേരം വെളുത്ത് ആ വ്യക്തി കയ്യിലേക്ക് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ 3 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്ന ആണിരോഗം കാണുവാനില്ല. ഏലിയാമ്മ ജോസഫ് ചേർത്തലയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഏത് രോഗപീഠ അനുഭവിക്കുന്നവരാകട്ടെ, ഏത് ദുഃഖം അനുഭവിക്കുന്നവരാകട്ടെ, ഏത് മനോവ്യഥയോടുകൂടി ഇരിക്കുന്നവരാകട്ടെ, ഇപ്പോൾ യേശുവിനെ വിളിക്കുക. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇപ്പോൾ അങ്ങയുടെ ശക്തി എല്ലാ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഈ സമയത്ത് ദൈവവചനം കേൾക്കാൻ വേണ്ടി ടെലിവിഷന് മുമ്പിൽ ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും, എല്ലാ വ്യക്തികളുടെ മേലും, എല്ലാ സമൂഹങ്ങളുടെ മേലും, സ്ഥാപനങ്ങളുടെ മേലും യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരുടെ മേൽ യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകൾ ഇരിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങളോടുകൂടെ അങ്ങനെ നാമം വിളിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ പാപത്തിൻ്റെ കോട്ടകൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 3:17 ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു വേദനയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായി ജീവിച്ചിട്ട് എന്തുകൊണ്ട് ചിലർ എന്നെ വെറുക്കുന്നു? എന്തുകൊണ്ട് ചിലർ എന്നോട് ശത്രുതയോടെ പെരുമാറുന്നു? എന്തുകൊണ്ട് ചിലർ എന്നോട് വൈരാഗ്യബുദ്ധിയോടെ, എന്നെ കാണുമ്പോൾ വൈരാഗ്യബുദ്ധിയോടെ വ്യാപരിക്കുന്നു? ഒരു ദേവദാസൻ ഒരു ദിവസം പറഞ്ഞു, ഞാൻ മനസ്സാവാച ഒരു തെറ്റും ചെയ്തിട്ടില്ല, എങ്കിലും എൻ്റെ ബന്ധുക്കളിൽ ചിലർ എന്നെ കാണുമ്പോൾ മിണ്ടുന്നില്ല. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല, കഴിവുള്ള നന്മ അവർക്ക് ചെയ്തു കൊടുക്കുന്നു, പക്ഷേ എന്നോട് വൈരാഗ്യത്തോടു കൂടെയാണ് ചിലർ പെരുമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നവീകരണത്തിലേക്ക് വന്ന്, പ്രാർത്ഥനാനുഭവത്തിലേക്ക് വന്ന്, വിശുദ്ധ ജീവിതത്തിലേക്ക് വന്ന്, കൂദാശ ജീവിതത്തിലേക്ക് വന്ന്, സഭയിലേക്ക് വന്ന്, ഇടവകയിൽ സജീവമായി പ്രവർത്തിച്ച്, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച്, ദൈവിക മാർഗത്തിൽ നടന്ന് ഒരുപാട് വർഷങ്ങൾ നടന്നു കഴിയുമ്പോൾ, ഒത്തിരി കാലങ്ങൾ കർത്താവിനോടുകൂടി ചെലവഴിച്ച് കഴിയുമ്പോൾ ചിലരുടെ ജീവിതത്തിലുള്ള വലിയൊരു ദുഃഖമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിലും, ഞാൻ പരമാവധി ചെയ്യാവുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താലും അവർ മനഃപൂർവ്വം എന്നോട് വൈരാഗ്യം കാണിക്കുന്നു, അവർ മനഃപൂർവ്വം എന്നോട് മിണ്ടാതെ നടക്കുന്നു, അവർ എന്നെ കാണുമ്പോൾ കലിയോടെ പെരുമാറുന്നു, അവർ എന്നോട് ശത്രുത പുലർത്തുന്നു. ഇത് എത്ര ചിന്തിച്ചിട്ടും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതം വായിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും ഇതുപോലുള്ള ചില വിഷമങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. യേശുക്രിസ്തു തൻ്റെ മുമ്പിലുള്ള എല്ലാവരോടും മനസ്സലിവോടെ പെരുമാറി, പിതാവിൻ്റെ ഇഷ്ടങ്ങളെല്ലാം നിർവഹിച്ചു, പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കി,
പിതാവിൻ്റെ സ്നേഹം പകർന്നു കൊടുത്തു, രോഗികളെ സുഖപ്പെടുത്തി, ദുഃഖിതരെ ആശ്വസിപ്പിച്ചു. യേശു ക്രിസ്തു പരസ്യ ജീവിതകാലത്ത് കടന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നിങ്ങനെയാണ്, അവൻ്റെ സ്വന്തക്കാരിൽ പോലും പലരും അവനെ അവിശ്വസിച്ചു. അവന് ഭ്രാന്താണെന്ന് ചിലർ പറഞ്ഞു, അവനെ പിശാച് ബാധിച്ചിരിക്കുന്നു ചിലർ പറഞ്ഞു. യേശു ക്രിസ്തുവിനെ ദുഷിക്കുകയും യേശു ക്രിസ്തുവിനെ ദുഷി പറയുകയും യേശു ക്രിസ്തുവിനെ എതിർക്കുകയും യേശു ക്രിസ്തുവിനെ ദ്വേഷിക്കുകയും ചെയ്തിരുന്ന നിരവധി ആളുകൾ ഉണ്ടായിരുന്നതായി ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം മർമ്മം എന്താണെന്ന് ഈശോയുടെ ഒരു വചനത്തിൽ നിന്ന് വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം അതിൽ 37-ാമത്തെ തിരുലിഖിതം, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, അവർക്ക് മാത്രമേ എൻ്റെ അടുത്ത് വന്ന് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ, അവർക്ക് മാത്രമേ എൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുമ്പോൾ ആനന്ദം തോന്നുകയുള്ളൂ, അവരാണ് എന്നിൽ ആനന്ദം കൊള്ളുക. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഈശോ പഠിപ്പിച്ചു, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ആളുകൾ യേശുവിന് ചുറ്റും കൂടി യേശുവിനെ ബന്ധിക്കാനും യേശുവിനെ കല്ലെറിയാനും തുടങ്ങുന്ന രംഗങ്ങളുണ്ട്. യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ എതിര് ചിന്തിക്കുകയും എന്ത് കാര്യം പറഞ്ഞാലും അതിനെ എതിര് കണ്ടുപിടിക്കാൻ മനഃപൂർവ്വം ഉത്സാഹിക്കുകയും ചെയ്യുന്ന ചിലരെയും ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും അനേകം മക്കളുടെ അനുഭവം ഇതാണ്. അവരെന്ത് പറഞ്ഞാലും അതിനെതിര് പറയുക, അവരെന്ത് പറഞ്ഞാലും അതിന് എതിരായ വഴികൾ കണ്ടുപിടിക്കുക. അവരെ മനസ്സിൽ ദോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഇത് യേശു ക്രിസ്തുവിൻ്റെ അനുഭവമാണ്. പലരും യേശു ക്രിസ്തുവിനെ മനസ്സിൽ ദോഷിച്ചു. യേശു ക്രിസ്തു എന്ത് പറഞ്ഞാലും എതിര് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ എപ്പോഴും യേശുവിന് ചുറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുന്ന ഒരു ഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 41-ഉം 44-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ ഒരു മർമ്മം യേശു വെളിപ്പെടുത്തുകയാണ്. പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്നാണ് യേശു ക്രിസ്തു അവരെ അഭിസംബോധന ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ, ഒരിക്കൽ പിതാവിന് സമർപ്പിച്ചാൽ, ഒരിക്കൽ വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിഞ്ഞാൽ പിന്നെ മനുഷ്യരിൽ നിന്ന് നാം മഹത്വം അന്വേഷിക്കരുത്. നമ്മുടെ മഹത്വം പിന്നെ പിതാവായ ദൈവമാണ് നോക്കുന്നത്. നമുക്ക് വേണ്ടിയുള്ളവരെ പിതാവായ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 41-ാം വാക്യം, മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, തൻ്റെ മുമ്പിൽ വന്ന പല ആളുകളോടും യേശു ക്രിസ്തു വളരെ കൃത്യമായും അവരുടെ ഉള്ളിലെ സ്ഥിതി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല, നിങ്ങൾ എൻ്റെ പിതാവ് തിരഞ്ഞെടുത്തിട്ടില്ല, നിങ്ങൾ എൻ്റെ പിതാവ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് ഞാൻ മഹത്വം അന്വേഷിക്കുന്നില്ല. എൻ്റെ മഹത്വം എൻ്റെ പിതാവ് ഒരുക്കുന്നുണ്ട്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 49-ഉം 50-ഉം വാക്യങ്ങളിൽ ചിലർ പറഞ്ഞു യേശുവിന് പിശാചുണ്ടെന്ന്. അപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഇനി അതിൻ്റെ കാരണം, ഇങ്ങനെ ചുറ്റുമുള്ളവർ യേശുവിനെ അപമാനിക്കുമ്പോഴും യേശു അവരിൽ നിന്ന് മഹത്വം അന്വേഷിക്കാതെ, അവരുടെ പ്രീതിക്ക് വേണ്ടി പരിശ്രമിക്കാതെ, അവരുടെ സംപ്രീതിക്ക് വേണ്ടി, അവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാതെ യേശു കൃത്യമായി യേശുവിൻ്റെ ദൗത്യം നിർവഹിച്ച് പോകുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് യേശു പറയുന്നുണ്ട്. യേശു പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാനല്ല അധ്വാനിക്കുന്നത്, എൻ്റെ മഹത്വം അന്വേഷിക്കുന്നത് ഞാനല്ല, എനിക്ക് വേണ്ടി എൻ്റെ മഹത്വം അന്വേഷിക്കാൻ എനിക്ക് സ്വർഗസ്വനായ പിതാവുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. എൻ്റെ മഹത്വം എൻ്റെ പിതാവാണ് അന്വേഷിക്കുന്നതെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനുള്ളവരെ, യേശു ക്രിസ്തുവിന് ശിഷ്യന്മാരാകാനുള്ളവരെ, യേശു ക്രിസ്തുവിനെ സഹായിക്കാനുള്ളവരെ, യേശുവിൻ്റെ വചനം കേട്ട് അത് ഗ്രഹിക്കാനുള്ളവരെ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഇതെല്ലാം യേശുവിൻ്റെ പിതാവ് യേശുവിന് വേണ്ടി അന്വേഷിക്കുമെന്ന് യേശുവിന് ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമി ചെയ്തത് എന്താണ്? യേശു ഭൂമി ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക,
പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കുക, പിതാവിൻ്റെ മഹത്വം അന്വേഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് യേശുവിൻ്റെ സമയം യേശു പൂർണ്ണമായും ചെലവഴിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യരുടെ കയ്യടി കിട്ടാൻ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, എല്ലാവരും പിന്തുണയ്ക്കാൻ, എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടി യേശു ഒന്നും ചെയ്തതായി ബൈബിളിൽ കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്. യേശു പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി, യേശു പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കി, യേശു പിതാവിൻ്റെ മഹത്വം അന്വേഷിച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ എന്നിൽ നിന്നും നിന്നിൽ നിന്നും എല്ലാവരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ കയ്യടി അന്വേഷിച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്തി എല്ലാവരുടെയും ഇഷ്ടം നേടി ഒരു ജീവിതമല്ല ദൈവവചനം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. പിതാവിൻ്റെ ജോലി പൂർത്തിയാക്കുക, പിതാവിൻ്റെ ദൗത്യം നിർവഹിക്കുക, പിതാവിൻ്റെ മഹത്വം അന്വേഷിക്കുക. എനിക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കാനുള്ളവരെ, എനിക്ക് വേണ്ടി എൻ്റെ മഹത്വം അന്വേഷിക്കാൻ എൻ്റെ പിതാവ് ആളുകളെ കണ്ടെത്തും. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി അന്വേഷിക്കും, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കരുതും, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കും. ഇത് അടിസ്ഥാനപരമായി ബോധ്യപ്പെടണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മനസ്സിൽ ദുർബലപ്പെട്ടിരിക്കുന്നവർ, മനസ്സിൽ ക്ഷീണതയിരിക്കുന്നവർ, ദൈവിക മാർഗത്തിൽ നടന്നിട്ട് എന്തുകൊണ്ട് മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ, ഞാൻ കർത്താവിനെ പ്രീതിപ്പെടുത്തി 100% നിഷ്കളങ്കമായി പ്രവർത്തിച്ചിട്ട് എന്തുകൊണ്ട് മനുഷ്യരെന്നെ വെറുക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്തിട്ട് ഞാൻ എൻ്റെ കർത്താവിന് മുമ്പിൽ നിഷ്കളങ്കമായി കൈ കഴുകി നിർമ്മലമായി ജീവിച്ചിട്ട് എന്തുകൊണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്തുകൊണ്ട് എല്ലാവർക്കും എന്നെ മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് എല്ലാവർക്കും എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് മനസ്സ് ദുർബലപ്പെട്ടിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവെ, ഇപ്പോൾ അഭിഷേകത്തിന് മേൽ അഭിഷേകം ചൊരിയണമേ, ഇപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ ചൊരിയണമേ. എൻ്റെ പിതാവ് തിരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ എന്നും, എൻ്റെ പിതാവ് അംഗീകരിക്കാത്തവർക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ലെന്നും, എൻ്റെ പിതാവ് ആകർഷിക്കുന്നവർ മാത്രമേ എൻ്റെ അടുക്കലേക്ക് വരികയുള്ളെന്നും, എൻ്റെ ദൈവത്തിന് അഭിമതരായവർ മാത്രമേ എന്നെ സ്നേഹിക്കുകയുള്ളൂ എന്നും തിരിച്ചറിയാനുള്ള വലിയ വിവേകത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ ചൊരിയണമേ. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നത് വിലയുള്ളതാണെന്നും, ലോകത്തിൽ പലരും വെറുത്താലും ദൈവത്തിൻ്റെ കൂടെ സ്ഥിരോത്സാഹത്തോടെ ഉറച്ചു നിൽക്കണമെന്നും പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഹൃദയങ്ങളിൽ അടിസ്ഥാന ബോധ്യങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേക ശക്തി നിറയട്ടെ. ദൗർബല്യങ്ങൾ വിട്ടുപോകട്ടെ, ബലഹീനതകൾ വിട്ടുപോകട്ടെ, അന്ധകാര ചിന്തകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ നിൻ്റെ മനസ്സ് ഞെരുകുന്ന ഒരുപക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നുള്ള നെഗറ്റീവ് അനുഭവങ്ങളിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ ഇങ്ങനത്തെ സ്വഭാവത്തിന് അടിമയായിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. എത്ര ശ്രമിച്ചാലും വിശുദ്ധിയില്ലാത്ത ജീവിതം, എത്ര ശ്രമിച്ചാലും ദൈവിക മാർഗ്ഗം നടക്കുന്നവരെ ദുഷിക്കുന്നൊരു പ്രകൃതം, എത്രമാത്രം ശ്രമിച്ചാലും പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ദേഷ്യം വരുന്നൊരു പ്രകൃതം. അങ്ങനെയാണെങ്കിൽ മകനെ, മകളെ, ഇപ്പോൾ നീ യേശുവിനെ വിളിക്കുക. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഒരു സൗഖ്യം ആവശ്യമുണ്ട്. പിതാവിൻ്റെ സ്പർശനം നിൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ അവിടുന്ന് കനിവോടെ നൽകി അനുഗ്രഹിക്കും. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. ഇപ്പോൾ ദുർബലരും മനസ്സിൽ വേദന അനുഭവിക്കുന്നവരും മനസ്സിൽ ദുഃഖവും ഭാരവും അനുഭവിക്കുന്ന എല്ലാവരും എന്ത് പീഡയാണോ മനസ്സിലുള്ളത്, ആ പീഡകളിൽ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഉന്നത ശക്തി ഇപ്പോൾ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുത ശക്തി ഇപ്പോൾ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ സമയത്ത് ഹൃദയത്തിൻ്റെ തകർച്ചകളിലേക്ക് കടന്നു വന്ന് സുഖപ്പെടുത്തണമേ. വിശുദ്ധിയില്ലാത്തവരെ വിശുദ്ധിയുടെ അഭിഷേകം നൽകണമേ. ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുന്നവരെ കാണുമ്പോൾ ദേഷ്യം, ദൈവിക ശുശ്രൂഷകളെ കാണുമ്പോൾ വെറുപ്പ്, ദൈവിക കൂദാശകളോട് അകൽച്ച, ഭിന്നത, പള്ളിയോടും സഭയോടും വിരോധം, വൈദിക വിരോധം, തിരുസഭ വിരോധം, ഈ മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളെ ഇപ്പോൾ കർത്താവായ യേശു അങ്ങയുടെ നാമത്തിൽ കെട്ടുകളടിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ,
ഹാലലുയ ഹാലലുയ ഹാലലുയ. മറ്റുള്ളവരുടെ ഒരുപാട് തരത്തിലുള്ള അകാരണമായ നിന്ദനവും അകാരണമായ തിരസ്കരണവും അനുഭവിച്ച് മനസ്സിൽ ദുർബലപ്പെട്ട് ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് പോലും ചിന്തിച്ച് വിഷമിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കർത്താവേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവെ ആരാധന, യേശുവെ ആരാധന. കർത്താവ് എന്നെ അറിയുന്നുവെന്നും എനിക്ക് വേണ്ടി കർത്താവ് കരുതുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പൈശാചിക പീഡകൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ദുഷ്ടപീഡകൾ യേശുവിൻ്റെ നാമത്തിൽ അമർന്നു പോകട്ടെ. ഹാലലുയ ഹാലലുയ. എൻ്റെ കഴുത്തിൻ്റെ ഡിസ്ക് തെന്നിയിട്ട് 3-4 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 8 മാസം മുമ്പ് തുടങ്ങിയതാണ്. ഭയങ്കര വേദനയായിരുന്നു. കഴുത്തിന് പുറകിൽ എപ്പോഴും കിടക്കണം, ഒരു ജോലിയും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കിടന്നു. പിന്നെ മരുന്നുമായിട്ടാണ് ഞാനിവിടെ വന്നത്. വന്നിവിടെ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നീര് വയ്ക്കുമായിരുന്നു കിടക്കാതെ. പിന്നെ രാത്രിയിലൊക്കെ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് നല്ലപോലെ നീര് വയ്ക്കുകയും വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസമേ മരുന്ന് കഴിച്ചുള്ളൂ ഇവിടെ വന്നിട്ട്. ഇപ്പോൾ എന്നെ കർത്താവ് സുഖപ്പെടുത്തി. ഇപ്പോൾ വേദന വല്ലതും ഉണ്ടോ? ഇല്ല. ഈശോ അത്ഭുതകരം. ഡിസ്ക് തെന്നിയിട്ട് 3-4 ആഴ്ചയായിട്ട് കഠിനമായ പീഡയായിരുന്നു. 8 മാസത്തോളമായി തുടങ്ങിയിട്ടില്ലേ? എന്നാൽ യേശു ക്രിസ്തു ഇവിടെ വന്ന് യേശുവിനെ ആരാധിച്ചപ്പോൾ യേശു ക്രിസ്തു സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കയ്യടിച്ച് ഈശോയെ മാതപ്പെടുത്താം. ഉത്സാഹത്തോടെ കയ്യടിച്ച് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വീട് അങ്കമാലിക്കടുത്ത് നെടുമ്പാശ്ശേരിയാണ്. എനിക്കിപ്പോൾ പ്രായം 52 വയസ്സായി. ഞാൻ ജന്മന ഒരു വിക്കനായിരുന്നു. വാക്കുകൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും എനിക്ക് 10 മിനിറ്റും 15 മിനിറ്റ് എടുക്കണം ഒരു വാക്ക് സംസാരിക്കുമ്പോൾ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഈ സൗഖ്യപ്പെടുത്തി. പേരെന്താന്ന് പറഞ്ഞ? പേര് ജോയ്. ചെറുപ്പം തൊട്ട് കുഞ്ഞുനാളെ മുതൽ വിക്കലുള്ളതായിരുന്നു. ചെറുപ്പത്തൊട്ടുണ്ടായിരുന്ന വിക്കാണ്. 52 വയസ്സായി. ഈ കാലഘട്ടം ഒക്കെയും ഈ വിക്കൽ കൊണ്ട് ഒത്തിരി വിഷമിച്ചിരുന്നു. പലരും ഒത്തിരി പരിഹാസങ്ങളും നിന്ദനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ യാതൊരു കുറവും കൂടെ സ്ഫുടമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. എന്തതിശയമേ ദൈവത്തി സ്നേഹം, എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമ സന്തത കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തി സ്നേഹം, എത്ര മനോഹരമേ. എൻ്റെ പേര് റോസമ്മ. ഞാൻ കണ്ണൂർ ജില്ലയിൽ ചുങ്കക്കുന്നടവേന്ന് വരുന്നു. 10-15 വർഷമായിട്ട് എൻ്റെ ഇടത്ത് ചെവിക്ക് കേൾവിയില്ലായിരുന്നു. എന്നിട്ട് ഒരു ചെവി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മരുന്നിനൊന്നും പോയില്ല. എപ്പോഴെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ഈ ധ്യാനത്തിന് വന്ന് ചൊവ്വാഴ്ചത്തെ കുർബാനയ്ക്ക് ചെവിക്കകത്തെന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൗൺസിലിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പം എനിക്ക് ചെവിക്ക് കേൾവി കിട്ടി ആ പ്രാർത്ഥനയിലെ. പ്രൈസ് ദി ലോർഡ്. ചെവിക്കകത്ത് എന്ത് ശബ്ദം കേട്ടത്? കുർബാനയുടെ സമയത്ത് ചെവിക്കകത്തൊരു ശബ്ദം കേട്ടല്ലോ. എന്ത് ശബ്ദമായിരുന്നത്? ഭയങ്കര എന്തോ സാധനം പൊട്ടുന്ന മാതിരി ഒരു വലിയ ശബ്ദം കേട്ടു. എന്തോ പൊട്ടിപ്പോണ പോലെ ഒരു സ്വരം കേട്ടു. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം തൊട്ട് ചെവിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടി. ഇപ്പം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അച്ഛൻ പറഞ്ഞൊക്കെ ശരിക്കും കേൾക്കണുണ്ടോ? പ്രൈസ് ദി ലോർഡ്. 2 ചെവിയും കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മുമ്പ് ഇടത് ചെവിക്ക് കേൾവി ഇല്ലായിരുന്നു എങ്ങനെ അറിഞ്ഞത്? ഈ ചെവി വെച്ച് ഫോണൊന്നും വിളിച്ചാൽ കിട്ടൂലായിരുന്നു. എടുത്താലൊന്നും പിന്നെ മറ്റേ ചെവി വെക്കും. ഈ ചെവി വെച്ച് ഫോൺ വെച്ച് സംസാരിക്കാൻ കിട്ടില്ല. പിന്നെ ഈ ചെവി വെച്ചിട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈശോ 10-16 വർഷമായിട്ട് കേൾവിശക്തി തരാതിരുന്ന ആ ചെവിക്ക് യേശുവിനെ ഒന്നിച്ച് ആരാധിച്ച് സ്തുതിച്ച് കുർബാനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെവിയിൽ എന്തോ പൊട്ടുന്ന പോലെ ഒരു സ്വരം കേട്ടു. അതേ തുടർന്ന് ചെവിയിലെ കേൾവിശക്തി പുനഃസ്ഥാപിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. 10-16 വർഷമായി കേൾവിശക്തി ഇല്ലാതിരുന്ന കാതുകൾക്ക് കർത്താവ് കേൾവിശക്തി കൊടുത്തു. നന്നായിട്ട് കൈയടിച്ച് ഈശോയെ മാതപ്പെടുത്തുന്നു. ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങ
സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.